ഹലോഷൻ ലീബലായിട്ട് ജർമ്മനി ടു ലിസ്റ്റൻഡൈനിലെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ട്രാവൽ എക്സ്പെൻസും എങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മൾ കോൺസ്റ്റൻസ് തൊട്ട് ഗാലൻ വരെ വരുമ്പോഴത്തേക്കിനും അവിടെ നമ്മൾ എന്താണേലും സ്വിറ്റ്സർലൻഡിൻ്റെ ആപ്പ് വഴി ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ ആപ്പാണ് SBB മൊബൈൽ. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ സെക്കൻഡ് ഫോട്ടോയിൽ നമ്മൾ ഫ്രം ടു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് 2 ദിവസം മുന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ നമുക്കൊരു സേവിങ് ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ഓഫർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് യൂറോസ് കുറഞ്ഞു കിട്ടും. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് വെച്ച് അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് തന്നെ നടത്താം. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്? ഫസ്റ്റ് കോൺസ്റ്റൻസ് ടു സെന്റ് ഗാലൻ, പിന്നെ ഗാലനിൽ നിന്നും ബുക്സ് SG. ഇവിടെ വരെ നമുക്ക് സ്വിറ്റ്സിൻ്റെ ആപ്പിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ബുക്സ് SGന്ന് ബസ് കണക്ഷനാണ് ഷാനിലേക്ക് ഫസ്റ്റ്. അവിടെ നമുക്ക് ആ ഡ്രൈവറിൻ്റെ അടുത്ത് ബസ്സിലെ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഒരു ഫുൾ ഡേ ടിക്കറ്റ് നമുക്ക് ലിസ്റ്റൻഡൈനിൽ കിട്ടും. അതിന് ഏകദേശം ഒരു 9 യൂറോസാണ് വരുന്നത്. അതെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് മാത്രമാണെങ്കിൽ അങ്ങോട്ടുള്ളത് മാത്രമാണെങ്കിൽ 5 യൂറോസാണ്. പിന്നെ തിരിച്ചും എടുക്കണം, അപ്പം 10 യൂറോസ് ആകും. അതിൽ കൂടുതൽ ഏറ്റവും നല്ലത് ഈ 1 ഡേ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ബസ് വേണമെങ്കിലും കയറുകയും ചെയ്യാം, അൺലിമിറ്റഡ് ട്രാവൽ കിട്ടും. ഇനി അവിടുത്തെ എക്സ്പെൻസുകൾ, നമുക്ക് ചെന്ന ഉടനെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടും. അതിന് 3 യൂറോസ് 50 സെൻസ് ആണ് ആവുന്നത്. പിന്നെ നമുക്ക് ക്യാസിൽ കയറി കാണാൻ പറ്റില്ല, പകരം നമുക്ക് മേൽഭാഗം വരെ ഒരു വ്യൂ എത്തുന്നിടം, ഒരു പോയിന്റ് ഓഫ് വ്യൂ എത്തുന്നിടം വരെ നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാൻ പറ്റും. അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് പോയത് മ്യൂസിയത്തിലേക്കാണ്. നമുക്കവിടെ ക്യൂൻസ് മ്യൂസിയം ഉണ്ട്, അതായത് ആർട്ടിൻ്റേത്. പിന്നെ ഈ ലിസ്റ്റൻഡൈനിൻ്റെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടുള്ള 2 മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു മ്യൂസിയത്തിൽ പോവുക. അവിടെ നമുക്ക് സ്റ്റുഡൻറ് ഓഫറിൽ 2 മ്യൂസിയം കാണാനായിട്ടുള്ള, അതായത് ക്യൂൻസ് മ്യൂസിയം അല്ലാതെ ആർട്ട് മ്യൂസിയം അല്ലാതെ ടോട്ടൽ 3 മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഈ 2 മ്യൂസിയം കാണാനായിട്ട് നമുക്ക് ഒരു ഓഫറുണ്ട്. സ്റ്റുഡൻറ് ഓഫറിൽ 2 കൂടെ 10 യൂറോ ആണ് ആവുന്നത്. അത് വെച്ച് നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഈ 2 വീഡിയോയിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് ആൻഡ് കോൺടാക്ട്. എന്തുണ്ടെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ജസ്റ്റ് പറയണമെന്ന് തോന്നി, ഞാൻ ആ 2 രാജ്യത്തും യൂസ് ചെയ്ത ലാംഗ്വേജ് ജർമ്മൻ തന്നെയാണ്. ലിസ്റ്റൻഡൈനിലെ കാസിൽ വിസിറ്റിങ്ങും പിന്നെ മ്യൂസിയം വിസിറ്റിങ്ങും ഭയങ്കര വർത്തായിരുന്നു. ലിസ്റ്റൻഡൈൻ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാർസലോണയെ പറ്റി അറിയാം കേട്ടോ. ചാओ.